1837 ഫ്രാൻസിലെ ഒരു വിദ്യാലയം ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുകയാണ്. ഫ്രാൻസിന്റെ ചരിത്രമാണ് ഇതിവൃത്തം. 3 ബാല്യങ്ങളിൽ പുറത്തിറക്കിയ ഈ ബുക്ക് അതുവരെ പരിചിതമായ ഒരു ലിപിയിലും ആയിരുന്നില്ല പ്രസിദ്ധീകരിച്ചിരുന്നത്. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. വെൽക്കം ടു ദ ഫസിനേറ്റ് പേജ് ഓഫ് ഹിസ്റ്ററി. 6 ഡോട്ടുകളിൽ അറേഞ്ച് ചെയ്യുന്ന ബ്രെയിലി ലിപിയിൽ ആയിരുന്നു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ബുക്ക് പ്രസിദ്ധീകരിച്ചത്. എന്താണ് ബ്രെയിലി ലിപി? ആരാണ് ബ്രെയിലി ലിപിയുടെ ഉപജ്ഞാതാവ്? ഏത് സിറ്റുവേഷനിൽ എന്തിനു വേണ്ടിയാണ് ബ്രെയിലി ലിപി ഡെവലപ്പ് ചെയ്തെടുത്തത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിനോടൊപ്പം ബ്രെയിലി ലിപിയിൽ ഇംഗ്ലീഷ് 26 ലെറ്ററുകൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നും നോക്കാം. 1809 ജനുവരി 4 പാരീസിൽ നിന്നും 40 കിലോമീറ്റർ കിഴക്ക് മാറി കൂററ്റ് ഗ്രാമത്തിൽ സൈമൺ റിനോ മോണിക് ദമ്പതികളുടെ 4ാമത്തെ മകനായി ലൂയി ബ്രെയിൽ എന്ന വ്യക്തി ജനിച്ചു. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ തൊഴിൽ തുകലുൽപ്പന്നങ്ങളുടെ നിർമ്മാണമാണ്. ലൂയി ബ്രെയിലിന് 3 വയസ്സുണ്ടാവുന്ന സമയത്ത് പിതാവിന്റെ പണിയിടത്തിൽ വെച്ച് അബദ്ധത്തിൽ സൂചി കണ്ണിൽ കൊള്ളുകയും കണ്ണിൽ മുറിയാവുകയും ചെയ്തു. ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും മുറിവിലുണ്ടായ ഇൻഫെക്ഷൻ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അടുത്ത കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെടുന്നതിന് കാരണമായി. ആ സമയത്ത് ലഭിക്കുന്ന ഏറ്റവും വിദഗ്ധ ചികിത്സ ലൂയി ബ്രെയിലിന് ലഭിച്ചെങ്കിലും 5 വയസ്സാകുമ്പോഴത്തേനും പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു ലൂയി ബ്രെയിൽ. ലൂയിയുടെ 6ാമത്തെ വയസ്സിൽ മറ്റൊരു വഴിത്തിരിവുണ്ടായി. ആബേ ജാക്കിസ് പോളി എന്ന പുരോഹിതൻ സ്ഥലം മാറി ലൂയിയുടെ ഗ്രാമത്തിലേക്ക് വന്നു. ഈ പുരോഹിതന്റെ സുഹൃത്തിന്റെ അടുത്ത് ലൂയിയുടെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾക്കായി ലൂയിയെ അയക്കാൻ തീരുമാനമെടുത്തു. ഇതിനെ തുടർന്ന് 1819 ഫെബ്രുവരി 15 ലൂയിക്ക് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻസ് ഇൻ പാരീസ് എന്ന വിദ്യാലയത്തിൽ അഡ്മിഷൻ ലഭിച്ചു. 18ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഏക സ്പെഷ്യൽ വിദ്യാലയമായിരുന്നു റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻസ് ഇൻ പാരീസ് എന്ന സ്പെഷ്യൽ വിദ്യാലയം. ആ കാലഘട്ടത്തിൽ വാലന്റൈൻസ് ഹൗവേ രൂപം നൽകി നടപ്പിലാക്കി വന്നിരുന്ന ഹൗവേ സമ്പ്രദായം ആണ് കാഴ്ചവൈകല്യം നേരിടുന്ന വിദ്യാർത്ഥികൾ ഫോളോ ചെയ്തിരുന്നത്. ഹൗവേ സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ കനമുള്ള കാർഡ്ബോർഡിലോ സമാന്തരമായ വസ്തുക്കളിലോ അക്ഷരങ്ങളുടെ രൂപം മുദ്രകളായി പതിപ്പിക്കുന്നതാണ്. ഈ സമ്പ്രദായത്തിന് ന്യൂനതകൾ അനവധിയായിരുന്നു. കൂടുതൽ ചിലവാണ്, കനമേറിയ പുസ്തകങ്ങൾ വേണം, പരിമിതമായ വിവരങ്ങൾ മാത്രമേ സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റൂ. എന്നാൽ ഈ പരിമിതികളുള്ള സിസ്റ്റം തന്നെ ഫോളോ ചെയ്ത് ലൂയി ബ്രെയിൽ തൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. ഗണിതം, ചരിത്രം, ജ്യോമിതി ലൂയി ബ്രെയിലിന്റെ ഇഷ്ടവിഷയങ്ങളായിരുന്നു. 24ാമത്തെ വയസ്സിൽ പ്രൊഫസർ പദവി നേടിയെടുക്കാൻ ലൂയിക്ക് സാധ്യമായി. ലൂയി തൻ്റെ 15ാമത്തെ വയസ്സിലാണ് കഠിനാധ്വാനത്തിലൂടെ ബ്രെയിലി ലിപി ഡെവലപ്പ് ചെയ്തെടുത്തത്. 1852 ജനുവരി 6 43ാം വയസ്സ് പൂർത്തിയായി 3ാം ദിവസം ലൂയി ബ്രെയിൽ അന്തരിച്ചു. ലൂയി ബ്രെയിലിന്റെ ജീവിത കാലഘട്ടത്തിൽ ബ്രെയിൽ ലിപിക്ക് ഔദ്യോഗികമായി അംഗീകാരം ഒന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ ലൂയിയുടെ മരണത്തിന് ശേഷം 1854 ബ്രെയിൽ ലിപി കാഴ്ചവൈകല്യമുള്ളവരുടെ ഔദ്യോഗിക ലിപിയായി ഫ്രാൻസ് അംഗീകരിച്ചു. 1878 പാരീസിൽ വെച്ച് കുറേയേറെ യൂറോപ്യൻ രാജ്യങ്ങൾ പങ്കെടുത്ത സമ്മേളനം നടന്നു. ഏതാണ്ട് 11ഓളം യൂറോപ്യൻ രാജ്യങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാഴ്ചവൈകല്യമുള്ളവരുടെ ഔദ്യോഗിക ലിപിയായി യൂറോപ്പ് അംഗീകരിച്ചു ഈ സമ്മേളനത്തിൽ വെച്ച്. ഇന്ന് ഏതാണ്ട് 100ഓളം ഭാഷകളിൽ ബ്രെയിലി ലിപി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇന്ന് ടെക്നോളജി വളരെയധികം വളർന്നു കഴിഞ്ഞു. എന്നാൽ ഒരു കാലത്ത് കാഴ്ചവൈകല്യം ഉള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ബ്രെയിലി ലിപിക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ വീഡിയോയുടെ തുടക്കം മുതൽ
കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവായിരിക്കും ഇത് എന്താണെന്ന് പരിചയപ്പെടുത്തി തരാം. ബ്രെയിലി ലിപി നമ്മൾക്ക് എഴുതണമെങ്കിൽ ഇതുപോലെ ഒരു ബോർഡിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എഴുതാൻ സാധ്യമാകുകയുള്ളൂ. വളരെ ചെറിയ അനവധി ഹോളുകളാൽ അറേഞ്ച് ചെയ്ത ഒരു ബോർഡാണ് ഇത്. മറ്റൊരു ബോർഡ് അനവധി സെല്ലുകളാൽ, കുറച്ചേറെ സെല്ലുകളാൽ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഓരോ സെല്ലിലും കൃത്യമായി 6 ഡോട്ടുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ സെല്ലിലും 6 ഡോട്ടുകൾ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോ ഭാഷയിലും ഓരോ ഡോട്ടിനും ഓരോ അക്ഷരങ്ങളായി മാറാൻ സാധിക്കും. നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിലെ 26 ലെറ്ററുകൾ ഏതൊക്കെ ഡോട്ടുകൾ വെച്ചാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ബ്രെയിലി ലിപി എഴുതുമ്പോൾ കുറച്ച് കനമുള്ള പേപ്പറിൽ എഴുതാനാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാലാണ് ഡോട്ട് മായാതിരിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ ഒരു 3-4 പേപ്പർ വെച്ച് കനം അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഈ പേപ്പർ വളരെ കൃത്യമായി ബോർഡിൽ ഉറപ്പിച്ച് വയ്ക്കുക. ഇതാണ് നമ്മൾ ബ്രെയിലി ലിപി എഴുതാൻ ഉപയോഗിക്കുന്ന ആണി. A1, B1 2, C1 4, D1 5, E1 5, F1 2 4, G1 2 4 5, H1 2 5, I2 4, J2 4 5, K1 3, L1 2 3, M1 3 4, N1 3 4 5, O1 3 5, P1 2 3, Q1 2 3 4 5, R1 2 3 5, S2 3 4, T2 3 4 5, U1 3 6, V1 2 3 6, W2 4 5 6, X1 3 4 6, Y1 3 4 5 6, Z1 3 5 6, Z1 3 5 6. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ടോപ്പിക്കുമായി ഉടൻ തന്നെ കാണാം. എല്ലാവർക്കും ശുഭദിനം.